വെൽക്കം ടു ഷാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായാണ്. സാധാരണ നമ്മൾ പല വിധത്തിലുള്ള പായസം ഉണ്ടാക്കാറുണ്ട്, പ്രത്യേകിച്ച് സേമിയ പായസം. ഇതിലൊരു വെറൈറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഒരു ഫ്രൈ പാനിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് മൂത്ത് വരുന്നത് വരെ വറുത്തെടുക്കാം. ഇത് കോരിയെടുത്ത ശേഷം ഇതിലേക്ക് 250 ഗ്രാം ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി വെച്ച് കൊടുക്കാം. 3 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് വഴറ്റിയ ശേഷം തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ശേഷം ഒരു മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഒരു പാത്രത്തിൽ 2 പാക്കറ്റ് പാലൊഴിച്ച് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് സേമിയൻ ചേർത്ത് കൊടുക്കണം. നൂല് പോലെ നൈസായിട്ടുള്ള സേമിയനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത് വരുന്നത് തന്നെയാണ്, അതുകൊണ്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് അരച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ആവശ്യത്തിന് മധുരവും ചേർക്കണം. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ 250 ഗ്രാം മിൽക്ക് മേറ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനും അത്യാവശ്യത്തിന് മധുരമുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് വറുത്ത കശുവണ്ടിയും ഉണക്കമുന്തിരിയും പിന്നെ അവസാനമായി കുറച്ച് ഏലക്കയും ചേർക്കണം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.